മുഖ്യമന്ത്രി പിണറായി വിജയന് നേരത്തെ മുതൽ ഊണിനൊപ്പം എ ക്ലാസ് മീൻ തന്നെ വേണമെന്നും ഒരിക്കൽ ജാഥയ്ക്കിടെ CPM നേതാവ് ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ ചൂരമീനായതിനാൽ പിണറായി പിണങ്ങി കഴിക്കാതെ പോയെന്നുമുള്ള മുതിർന്ന CPI നേതാവ് C ദിവാകരന്റെ തുറന്നുപറച്ചിൽ വിവാദത്തിലേക്ക്. അതിന് തൊട്ടടുത്ത ദിവസം പാറശാലയിലെ ഉച്ചഭക്ഷണത്തിന് നെയ്മീൻ കൊണ്ടുവന്ന് കറിവെച്ചാണ് പിണറായിയുടെ ചൂരമീൻ അതൃപ്തി പരിഹരിച്ചതെന്നും C ദിവാകരൻ തുറന്നടിച്ചു. ആത്മകഥയിലെയും അഭിമുഖത്തിലെയും പിണറായി വിജയന്റെ ഭക്ഷണപ്രിയത്വം ചൂണ്ടിക്കാട്ടിയുള്ള C ദിവാകരന്റെ പരാമർശങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ കത്തിപ്പടരുന്നത്. അതേസമയം ദിവാകരന്റെ പരാമർശങ്ങളെ തള്ളി മന്ത്രി V ശിവൻകുട്ടിയും സംഭവം നിഷേധിച്ച് ആനത്തലവട്ടം ആനന്ദന്റെ മകൻ ജീവനാനന്ദനും രംഗത്തെത്തിയതോടെ വിവാദം മറ്റൊരു തലത്തിലായി. എന്നാൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് C ദിവാകരൻ വ്യക്തമാക്കിയത്. ഇതോടൊപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യോഗങ്ങൾക്കിടെ നിന്നുകൊണ്ട് പേപ്പർ പ്ലേറ്റിൽ അല്പം ചോറ് ഉണ്ടെന്ന് വരുത്തുന്നതും തരംഗമായി കത്തിപ്പടരുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ കുട്ടിക്കാലത്തെ പരാധീനതകളും ഉച്ചഭക്ഷണം കഴിക്കാനില്ലാത്തതും അടക്കമുള്ള അനുഭവങ്ങൾ വിവരിച്ചതിന് പിന്നാലെയാണ് C ദിവാകരന്റെ ചൂരമീൻ കഥയും നെയ്മീൻ കറിയും ചർച്ചയായത്. LDF ജാഥയിൽ പിണറായി ക്യാപ്റ്റനും താൻ വൈസ് ക്യാപ്റ്റനുമായ കാലത്തെക്കുറിച്ചാണ് ദിവാകരന്റെ തുറന്നുപറച്ചിൽ. ജാഥ തിരുവനന്തപുരത്തെത്തിയ ദിവസം ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിലായിരുന്നു ഉച്ചഭക്ഷണം. ആനത്തലവട്ടം അന്ന് VS അച്യുതാനന്ദനുമായി അടുപ്പം പുലർത്തുന്ന നേതാവായതിനാൽ ആദ്യത്യം തന്നെ പിണറായിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉച്ചഭക്ഷണത്തിനായി ഇരിക്കുമ്പോൾ മീൻ കഷ്ണത്തിൽ വിരൽ കൊണ്ട് അമർത്തിയ ശേഷം ഇതെന്ത് മീനാണെന്ന് പിണറായി തന്നോട് ചോദിച്ചു. ചൂരയാണെന്ന് അറിഞ്ഞ നിമിഷം അദ്ദേഹം കഴിക്കാതെ എഴുന്നേറ്റുപോയി. അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി സത്യനേശൻ അടുത്ത ദിവസം പുലർച്ചെ പാളയം മാർക്കറ്റിലെത്തി വലിയ നെയ്മീൻ വാങ്ങി പാറശാലയിലെ ഉച്ചഭക്ഷണ കേന്ദ്രത്തിലെത്തിച്ച് കറിവെച്ച് നൽകിയാണ് പ്രശ്നം പരിഹരിച്ചതെന്നും ദിവാകരൻ പറഞ്ഞു. അതേസമയം വാരി വലിച്ചു കഴിക്കുന്ന ഏർപ്പാട് പിണറായി വിജയനില്ലെന്നും കുറച്ചു മാത്രമേ കഴിക്കാറുള്ളൂവെന്നും പറഞ്ഞ് ന്യായീകരിച്ച് മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തി. പിണറായി ഭക്ഷണപ്രിയനാണോ എന്ന് തനിക്കറിയില്ല. ചില ആളുകൾക്ക് ചില മത്സ്യം ഇഷ്ടമുണ്ടാകും, ചിലത് ഇഷ്ടമാവില്ല. ഇതെല്ലാം വ്യക്തിപരമാണ്. താനും ചില മീനുകൾ കഴിക്കില്ല. ഇത്തരത്തിൽ വ്യക്തിപരമായ ഇഷ്ടത്തെയും ഭക്ഷണ രുചിയെയും കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല. പുസ്തകമാകുമ്പോൾ എരിവും പുളിയും ഒക്കെ വേണ്ടേ? അതിനെ അങ്ങനെ കണ്ടാൽ മതിയെന്നും ശിവൻകുട്ടി പറഞ്ഞു.